ഇന്ന് എനിക്ക് ഇങ്ങനെ നിക്ഷിപ്തമായിരിക്കുന്ന ഒരു കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ അച്ഛനും കൊച്ചമ്മയ്ക്കും ഒരു ഫെയർവെൽ സ്പീച്ച് കൊടുക്കുക എന്നുള്ളതാണ്. എനിക്ക് വളരെ സന്തോഷമുള്ളൊരു മൊമെൻ്റാണ്. കാരണം അച്ഛനും കൊച്ചമ്മയ്ക്ക് ഒരു ഫെയർവെൽ സ്പീച്ച് പറയാൻ എനിക്ക് സംഘ സ്കൂൾ എന്നെ ചുമതലപ്പെടുത്തിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിൻ്റെ നന്ദി ഞാൻ സംഘ സ്കൂളിൻ്റെ ഭാരവാഹികളോട് അറിയിക്കുകയാണ്. ജിഷ ചേച്ചിയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. താങ്ക് യു സോ മച്ച്. അപ്പം അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുരുവിയുടെ ഒരു ജീവിതത്തെ കുറിച്ച് NK രാമചന്ദ്രൻ ഒരു കവിത പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 3 വരികൾ ഇവിടെയുണ്ട് ഞാൻ എന്നറിയാൻ മധുരമായ ഒരു കൂവൽ മതി, ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നറിയുവാൻ ഒരു ചെറു തൂവൽ താനെ ഇട്ടാലും മതി, ഇനിയും ഉണ്ടാകുമെന്നതിന് സാക്ഷ്യമായി അടയിരുന്നതിൻ ചൂട് മാത്രം മതി. അതെ, അച്ഛൻ ഇവിടെ ഉണ്ട് എന്നുള്ളതിന് അച്ഛന്റെ സാന്നിധ്യവും അച്ഛന്റെ പ്രസംഗങ്ങളും മതി. അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് അച്ഛൻ പ്രസംഗിച്ച ആ പ്രസംഗത്തിന്റെ മൂല്യവും നമ്മളിൽ ഉണ്ടാക്കിയ ഒരു അനുഭവവും ഓർമ്മയും മതി. അച്ഛൻ ഇനിയും ഇവിടെ ഉണ്ടാകുമെന്നതിന് പള്ളി തന്നെ സാക്ഷ്യമാണ്. കാരണം ഈ പള്ളി പുതിയതായിട്ട് പണിതത് അച്ഛന്റെ നേതൃത്വത്തിലാണ്. അപ്പോൾ അച്ഛനെ നമ്മൾ എന്നും ഓർമ്മിക്കും എന്നുള്ളതാണ്. അച്ഛനെ കുറിച്ച് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാതെ പറ്റത്തില്ല. കാരണം അച്ഛൻ എന്ന് പറയുന്നത്, ഞാനൊരു ലോയറാണ്, അച്ഛനും LLB പഠിച്ച ലോയറാണ്. അപ്പോൾ നീതി നിർവഹണം എന്നുള്ളത് ഏതൊരു കാര്യത്തിലും ലോ പഠിച്ച ഏതൊരു മനുഷ്യനും തോന്നുന്ന ഒരു കാര്യമാണ്. കാരണം നീതിപൂർവ്വം നമുക്ക് ഏത് കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ. അച്ഛന്റെ ഏതൊരു പ്രവൃത്തിയിലും അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടാൽ പോലും അതെല്ലാം പോയിന്റ് വെച്ച് ക്രോഡീകരിച്ച് പറയുന്ന ഒരു പ്രസംഗങ്ങളാണ് അച്ഛൻ്റെ മിക്കവാറും എല്ലാം. അങ്ങനെ ഒന്നും അങ്ങ് ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് അത്രയല്ല, അച്ഛൻ എല്ലാം പോയിന്റ് വെച്ചൊക്കെ പറഞ്ഞു പോകത്തേ ഉള്ളൂ. രണ്ടാമത് ജസ്റ്റിസ് ഓറിയന്റഡ് ആണ് അച്ഛൻ. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അച്ഛൻ നല്ല ഒപ്റ്റിമിസം ഉള്ള ഒരാളാണ്, ഒരു ഒപ്റ്റിമിസ്റ്റ് ആണ്. കാരണം അച്ഛന്റെ മുഖത്തോട് നോക്കി എന്ത് സംസാരിക്കണം അച്ഛൻ ഒരു സ്മൈലിംഗ് ഫേസോട് കൂടി കാര്യങ്ങളെ ഡീൽ ചെയ്യത്തുള്ളൂ. അത് ഏത് കാര്യമായിക്കോട്ടെ, അച്ഛന്റെ പ്രസംഗങ്ങളിലാണെങ്കിലും അച്ഛൻ്റെ ഒരു ഹ്യൂമർ കൂടെ പറഞ്ഞ് അച്ഛൻ ഏതൊരു പ്രസംഗവും നമ്മൾ കേട്ടിട്ടുള്ളൂ. അപ്പൊ അച്ഛൻ്റെ എല്ലാ കാര്യത്തിനും പോസിറ്റീവായിട്ട് കാണുന്ന ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് പരിചയമുള്ളത്. ഹംബിളാണ് അച്ഛൻ. പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം അച്ഛന് PhD ഹോൾഡറാണ്, ഒരു കൗൺസിലറാണ്, ഒരു ലോയറാണ്. അതിന്റെ എല്ലാം കൂടെ അച്ഛന് 90-year-old ഒരാളുടെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ട് സംസാരിക്കാൻ അച്ഛനെ കൊണ്ട് സാധിക്കുന്നുണ്ട്. കാരണം എന്റെ വീട്ടിൽ 97 ആയിട്ടുള്ള ഒരു ഗ്രാൻഡ് മദർ ഉണ്ട്. അമ്മച്ചിന്റെ അടുത്ത് കഴിയുമ്പോൾ അച്ഛൻ വളരെ സ്നേഹത്തോടെ പൊളൈറ്റായിട്ട് സംസാരിക്കും. എനിക്കൊരു 6 വയസ്സുള്ള ഒരു മകളുണ്ട്, അവളുടെ കൂടെ കുറച്ച് നേരം നോക്കുമ്പോൾ അച്ഛൻ കളിക്കുന്നതാണ്. സോ ഫ്ലെക്സിബിൾ അച്ഛൻ. അപ്പൊ എനിക്ക് നോക്കാം അച്ഛൻ എന്താ ഹംബിളാണ്. അങ്ങനെ വലിയൊരു ഞാൻ അച്ഛനാണ്, ഭയങ്കര വികാരിയാണ്, ഞാൻ PhD ഹോൾഡറാണ്, ആ ഒരു അഹങ്കാരമോ ഈഗോയോ ഒന്നും ഞാൻ അച്ഛനിൽ കണ്ടിട്ടില്ല. വളരെ ഹംബിളായിട്ടുള്ള വ്യക്തിത്വത്തിന് ഉടമയാണ് അച്ഛൻ. നർച്ചർ ചെയ്യുന്നൊരു മനുഷ്യനാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായിട്ട് എനിക്ക് പറയാതെ പറ്റത്തില്ല. കാരണം ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നുമില്ലായിരുന്നു പള്ളിയിൽ. അല്ല, പലർക്കും അറിയാം. ഇന്ന് ഞാൻ ഇന്നിവിടെ പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനെ ഫെയർവെൽ സ്പീച്ച് നടത്തുന്നുണ്ടെങ്കിൽ അതിനൊരു വലിയ പങ്ക് അച്ഛനും കൂടെ ഉണ്ട്. കാരണം സേവികാ സംഘത്തിന്റെ ഒരു കോമ്പറ്റീഷന് ഈ ചക്കരയുടെ മുയൽ കത്ത പോലെ ഒരിക്കലും ഞാൻ നന്നായിട്ടൊന്ന് പ്രസംഗിച്ചു. അപ്പൊ കൈയടിച്ച കൂട്ടത്തില് അച്ഛൻ ആ കൈയടിയുടെ കൂടെ എനിക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. എന്റെ ആ പ്രസംഗത്തിൽ നിന്നും ഞാൻ പഠിക്കേണ്ടതായിട്ടുള്ള പല പാഠങ്ങളും പിന്നീട് അവസരങ്ങൾ കിട്ടുമ്പോഴാണ് നമ്മൾ പോളിഷ്ഡാവുന്നത്. അങ്ങനെ എനിക്ക് പല അവസരങ്ങളിൽ എന്റെ പ്രേരണ പ്രാർത്ഥിക്കാനും പ്രസംഗിക്കാനും ഇവിടെ പള്ളിയിൽ പ്രസംഗിക്കാനും അങ്ങനെ പല ഓപ്പർച്യൂണിറ്റീസ് വന്നപ്പോൾ ഞാൻ എന്നൊരു വ്യക്തിയെ കുറച്ചുകൂടെ കുറച്ചുകൂടെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്നുള്ളത് അച്ഛനോട് അക്കാര്യത്തിൽ എനിക്ക് വളരെ നന്ദിയുണ്ട്. വളരെ പേഴ്സണലി ഞാൻ പറയുകയാണ് സത്യമായിട്ടും. അച്ഛൻ ഇസ് വെരി സ്ട്രോങ് ബിക്കോസ് പലപ്പോഴും ഇവിടുത്തെ ഒരു AGM അല്ലെങ്കിൽ ഏതൊരു മീറ്റിംഗിൽ സേവികാ സംഘത്തിന്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, സമസ്കോളിന്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്, DDSന്റെ മീറ്റിംഗിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ചെറിയ പ്രശ്നം പോലും ഇവിടെ വലിയ ഇഷ്യൂ ആയി വരും. അപ്പൊ പലപ്പോഴും ഞാൻ ദൈവം ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നത്. കാരണം ഇപ്പൊ ചിരിച്ചോണ്ടിരിക്കുന്ന ആളുകളായിരിക്കും ദേഷ്യപ്പെടുന്നത്, പിന്നെ ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും മൈൻഡ് സംസാരിക്കുന്നത്. വി ഡോണ്ട് നോ വാട്ട് ഈസ് ഗോയിങ് നെക്സ്റ്റ്. അപ്പൊ ആ ഒരു സമയത്തിലും വളരെ മെച്ചുവേർഡ് ആയിട്ട് നമുക്ക് കാര്യങ്ങളെ ഡീൽ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. സോ വി നീഡ് സ്ട്രെങ്ത് ഫോർ ഡൂയിങ് ദിസ്. അത് ഇത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. വളരെ ബാലൻസ്ഡ് ആയിട്ട് വേണം നമുക്ക് ഓരോ വ്യക്തികളെയും മനസ്സിലാക്കി അത് വേണ്ട രീതിയിൽ അതിനെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത് ചില്ലറ കാര്യമൊന്നുമല്ല. അത് അച്ഛൻ വളരെ വളരെ നയത്തിൽ അതെങ്ങനെ ബാലൻസ് ചെയ്ത ചെറിയ പ്രശ്നത്തെ ചെറിയതാക്കി പ്രശ്നങ്ങളെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതിനെ ചെയ്തു കൂടെയുള്ള ഒരു ബാലൻസ്
നേച്ചർ അച്ഛനെ ഞാൻ കണ്ടിട്ടുണ്ട്. അച്ഛൻ നല്ല ഒബ്സർവ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് മനസ്സിലായത്. ഈയിടെ അച്ഛൻ വയലിൻ വായിച്ചപ്പോൾ സത്യം പറഞ്ഞ അച്ഛൻ ഇങ്ങനെ ഒരു കൊച്ചമ്മ ഒരു പാട്ടുകാരിയാണെന്നുള്ളത് തെളിയിച്ചൊരു കാര്യമാണ്. പക്ഷെ അച്ഛന് ഇങ്ങനെ ഒരു കഴിവുണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അച്ഛൻ വയലിൻ വായിച്ചൊരു ഭയങ്കര തകർത്ത കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അച്ഛൻ നന്നായിട്ട് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. പലരുടെയും ടാലന്റുകൾ മനസ്സിലാക്കാനും അതിനെ എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലാക്കണമെങ്കിൽ അത് ഒബ്സർവ് ചെയ്യുന്ന ഒരാൾക്ക് മാത്രമേ കാര്യമുള്ളൂ. അങ്ങനെ അച്ഛൻ പല കാര്യങ്ങളും ഞാൻ കണ്ടിട്ടുണ്ട്. പലരുടെയും കാര്യങ്ങൾ മനസ്സിലാക്കി അതനുസരിച്ച് പിന്നീട് അതിനെ യൂസ് ചെയ്ത് അനലൈസ് ചെയ്ത് അതിനൊരു റിസർച്ച് കൊടുക്കാൻ സാധിക്കുന്ന അച്ഛൻ കാര്യം ഇവിടെ പറയാതെ പറ്റുന്നില്ല. അച്ഛൻ ഒരു ന്യൂജൻ അച്ഛനാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുക. കാരണം ന്യൂജൻ അച്ഛൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെന്റ് പീറ്റേഴ്സ് എംസിയിൽ പലപ്പോഴും പള്ളിയിൽ വരാത്ത പല കാര്യങ്ങളിലും അറിയാത്ത എന്തെങ്കിലും സംഭവങ്ങൾ സെന്റ് പീറ്റേഴ്സ് എംസിൽ എടുത്ത് നോക്കി നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ നടന്നത്. ഫുള്ളി അപ്ഡേറ്റഡ് പ്രോഗ്രാം ഇവിടെ നടക്കുന്നവർക്ക് അതിന്റെ അപ്ഡേറ്റ്സ് നമുക്ക് അവിടെ കിട്ടിയിരിക്കും. അതാണ് അച്ഛൻ, ന്യൂജൻ അച്ഛനാണ് നമ്മുടെ അച്ഛൻ. അപ്പൊ ഈ ഒരു വാക്കുകളിൽ കൂടെ ജോൺസൺ എന്നുള്ള ആ ഒരു പേരിൽ തന്നെ അച്ഛന്റെ ആ മൊത്തം ഗുണങ്ങളും ഞാൻ ഇവിടെ പറയാണ്. ജെ T എന്ന് പറയുന്ന ടവർ ഓഫ് J, ജസ്റ്റിസ് ഓറിയന്റഡ്, O optimist, H humble, N nurtures, S strength, O observant and N nugent. So പ്രിയ കൊച്ചമ്മയെ കുറിച്ച് പറയാതിരിക്കാൻ എനിക്ക് പറ്റുന്നില്ല. കാരണം പ്രിയ കൊച്ചമ്മ എന്നുള്ളൊരു വ്യക്തി നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ജീവിക്കാൻ എല്ലാവർക്കും അവസരമുണ്ട് അല്ലെ, അതിനെ സന്തോഷത്തോടെ ജീവിക്കുക എന്ന് പറയുന്നുണ്ട്. പാട്ട് പാടാൻ പലർക്കും കഴിവുണ്ട്, അത് സന്തോഷത്തോടുകൂടി പാടുക എന്നൊക്കെ പറയുന്നതിൽ ഈ കൊച്ചമ്മയുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സത്യമാണ്. കാരണം എപ്പോഴും ഒരു കളിയും ചിരിയും തമാശയും ഇല്ലാതെ കൊച്ചമ്മയെ ഞാൻ കണ്ടിട്ടുണ്ട്. എപ്പോഴും ആ കൊച്ചമ്മ ആ ഒരു സന്തോഷം മനസ്സിൽ ഉള്ള ഒരാളാണ്, അതുകൊണ്ടാണ് പുറത്തോട്ടും വരുന്നത്. അപ്പൊ എനിക്ക് കൊച്ചമ്മയെ കാണാൻ ഭയങ്കര പോസിറ്റീവ് ആയിട്ട്. നമ്മളെപ്പോഴും പലപ്പോഴും കൊച്ചമ്മമാരെന്ന് പറയുമ്പോൾ വളരെ സ്ട്രിക്റ്റ് ആണ്, അധികം സംസാരിക്കത്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു വ്യക്തിത്വത്തിനാണ് ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളത്. പക്ഷെ ഇവിടുത്തെ കൊച്ചമ്മയെ കാണുമ്പോൾ ശരിക്കും ന്യൂജൻ അച്ഛനെ ചേർത്ത ഒരു കൊച്ചമ്മ തന്നെയാണ്. കാരണം എപ്പോഴും ആ പ്രസംഗത മുഖത്ത് കാണുന്ന ഒരു വ്യക്തിയാണ് കൊച്ചമ്മ. കൊച്ചമ്മ ഒരു പ്രാവശ്യം സൺഡേ സ്കൂളിൽ പറഞ്ഞു, എല്ലാവരോടുമായിട്ട് പറഞ്ഞിട്ട് നമ്മളോട് പറഞ്ഞതുപോലെ ഒരിക്കൽ പറഞ്ഞൊരു കാര്യമാണ്. ഞാൻ തുടങ്ങുന്ന ഒരു സമയത്ത് കൊച്ചമ്മ പറഞ്ഞൊരു കാര്യമാണ്, ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും ഒന്നും കിട്ടത്തില്ല ഒരു പ്രായം കഴിഞ്ഞാൽ. പക്ഷെ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴാണെങ്കിലും അത് യൂസ് ചെയ്യുക എന്നുള്ളത്. സത്യം പറഞ്ഞാൽ ചില സമയത്ത് തോന്നുന്നു ചിലർ നോ പറയാം അല്ല, പക്ഷെ എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നത് മാക്സിമം ഐ സേ യെസ് ടു ഇറ്റ്. കാരണം അത് നമുക്ക് പിന്നെ കിട്ടണമെന്നില്ല. കൊച്ചമ്മയുടെ വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ സംഗീതം എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടാത്തൊരു കാര്യമാണ്. സംഗീതം അറിയാം, അത് പാടുന്നുണ്ട്, സ്വയം നമ്മുടെ സന്തോഷത്തിന് വേണ്ടി പാടാം. പക്ഷെ കൊച്ചമ്മയുടെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൊച്ചമ്മ ഇവിടെ സേവിക സംഘത്തിന്റെ കോമ്പറ്റീഷൻ ആയിക്കോട്ടെ, ആനുവൽ ഡേയുടെ പ്രോഗ്രാം ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഗ്രൂപ്പ് സോങ് ഉണ്ടോ അത് ട്രെയിൻ ചെയ്യുന്നത് ആരായിരിക്കും? സംശയമില്ല കൊച്ചമ്മ തന്നെ. ഇനി സൺഡേ സ്കൂളിന്റെ ലിറ്ററേച്ചർക്ക് ആരാണ് ട്രെയിൻ ചെയ്യുന്നത്? അത് പറയുമ്പോൾ കൊച്ചമ്മയുടെ പേരാണ് അറിയുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ എനിക്കൊരു പാടാനൊരു കഴിവുണ്ട് എന്നുള്ളതിനുപരിയായിട്ട് എന്റെ കഴിവ് ദൈവത്തിന് വേണ്ടി ഉപയോഗിക്കുന്നു, കൊലറിൽ പാടി, കൂടാതെ അത് മറ്റുള്ളവരുമായിട്ട് പങ്കുവെച്ച് വേറൊരു ജനറേഷനെ ട്രെയിൻ ചെയ്യാൻ കൂടെ ഉദ്ദേശിക്കുക എന്ന് പറയുമ്പോൾ അത് ചില്ലറ കാര്യമൊന്നുമല്ല. എന്റെ സമയം, എന്റെ കൺവീനിയൻസ് എല്ലാം മാറ്റി വെച്ചാണ് ഞാൻ അത് ചെയ്യുന്നത്. അപ്പൊ കൊച്ചമ്മയ്ക്ക് ഇക്കാര്യത്തിൽ ഭയങ്കര വലിയ താങ്ക് യു സോ മച്ച് കൊച്ചമ്മ. അപ്പം അച്ഛനും കൊച്ചമ്മയും സത്യം പറഞ്ഞാൽ നമുക്ക് നല്ല സന്തോഷമായിരുന്നു. 4 കൊല്ലം കളിച്ച് ചിരിച്ച് നമ്മൾ പോവുകയാണ്. പക്ഷേ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞതുപോലെ, ഒരു അമേരിക്കൻ പോയറ്റായ റോബർട്ട് ഫ്രോസ്റ്റ് പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും പഠിച്ചിട്ടുള്ളതാണ്, woods are lovely, dark and deep, but I have promises to keep and miles to go before I sleep and miles to go before I sleep. അതെ, പട്ടത്തെ ശുശ്രൂഷയിൽ നമുക്കൊരു ഉത്തരവാദിത്തങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാൻ പലപ്പോഴും നമുക്ക് പല ചർച്ചകളിലും മാറി അതിൻ്റെതായിട്ടുള്ള ഡ്യൂട്ടീസ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പൊ അച്ഛൻ ഇവിടുത്തെ അച്ഛന്റെ ഡ്യൂട്ടീസും റെസ്പോൺസിബിലിറ്റീസും നിർവഹിച്ചു. ഇനി പുതിയൊരു സ്ഥലത്തേക്ക് അച്ഛൻ പോവുകയാണ്. അവിടേക്ക് പോകുമ്പോൾ ഈ തിരവരും പോകും, പക്ഷെ മണൽത്തിട്ടയുടെ തത്വഗുണം ഒരിക്കലും മാറില്ല. അപ്പൊ അച്ഛന്റെ ഗുണഗണങ്ങൾ എപ്പോഴും അത് കൂടുതൽ ശോഭിക്കത്തേ ഉള്ളൂ. അപ്പം അച്ഛനും കൊച്ചമ്മയ്ക്കും പുതിയൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഈ പ്രസിന് PRSCയുടെ ഇതൊന്നും പറയാൻ പറ്റുന്നില്ല. പക്ഷെ ഇപ്പൊ ഐ തോട്ട് ഇൻ സച്ച് ഡയലോഗ് സംതിങ്. പക്ഷേ പ്രസിനയുടെ ഒബ്സർവേഷൻ ബേസിൽ മോറോലെസ് ഗുഡായി തോന്നില്ല. നമ്മൾ ഈ പുകഴ്ത്തി ഒരാളെ പറയുന്നത് ഇത്ര
അത്ര ശരിയല്ലത്. ചില കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ വളരെ എനിക്ക് തോന്നിയിട്ടുണ്ട് എന്റെ ഗുണങ്ങളായിരിക്കുമല്ലോ ഈ പറഞ്ഞത്. അപ്പം ഇവരുടെ റെസ്പോൺസ് കേട്ടപ്പോൾ റസീന അത് ശരിയാണ്, ചിലതൊക്കെ പറഞ്ഞു. Anyway, that's your observation, your meaningful words, everything. Really, we enjoyed. Meaningful ആയിരുന്നു. നമ്മുടെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. റസീനയും അവരുടെയൊക്കെ കഴിവുകൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷം. അങ്ങനെ ഒത്തിരി പേരെ കണ്ടെത്തുന്നത് ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഒരു വർക്ക് സ്നേഹമുണ്ടല്ലേ, ഈ എൽബി പഠിച്ചവരുടെയും ചെയ്യുന്നവരുടെയും ഒക്കെ. അതുകൊണ്ട് ആ ലൈനിലാണ് വി ഓൾവേസ് ഇൻ സച്ച് എ ലൈൻ. എന്നാൽ നമ്മുടെ എല്ലാ ധാരണകളും നമുക്കുണ്ട്. ഒരു ഇൻജസ്റ്റിസ് വരാതെ നിങ്ങൾക്ക് അവസരങ്ങൾ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പ്രത്യേകിച്ച് പറയാറുള്ള ഒരു കാര്യമാണ്, ഈ കുറെ ദൂരെ പള്ളിയിൽ നിന്ന് അകന്ന് നിൽക്കുന്നവർ എപ്പോഴും അവസരം കിട്ടുന്നവർക്ക് എപ്പോഴും കൊടുക്കുന്നതല്ല, മറിച്ച് മറ്റുള്ളവർക്ക് ഓപ്പർച്യൂണിറ്റി കൊടുക്കുക, അവരെ കണ്ടെത്തിക്കൊണ്ടുവരിക, വളർത്തിക്കൊണ്ടുവരിക. ജസ്റ്റിസ് ആസ് ഫാർ ആസ് പോസിബിൾ ഷുഡ് ബി അഡ്മിനിസ്റ്റേർഡ്. ഇതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഒരു വിധമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്.